ഞാൻ നോക്കിട്ട് വേറെ രാജാവ് അതിനകത്ത് കാണാനില്ല. ചേച്ചി ബ്യൂട്ടി പാർലറിൽ പോയേക്കല്ലേ? എന്തിന്? മുടി നേരെയാക്കാൻ. പറ്റില്ലേ? അവളെ നേരെയാക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ അവളുടെ മുടി നേരെയാക്കാൻ സാധനം പറ്റിണ്ടാവുന്നത്. സുന്ദര നീ ആകെ വെളുത്ത് തൊടുത്ത് തടിച്ചു കൊടുത്ത് സ്ലിം ഡോഗ് ആയി പോയില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്ത്? നീ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്. എങ്ങനെയാണ് എന്റെ പുതിയ ക്ലിക്ക് ചെയ്തിട്ട്? ക്ലിക്കല്ലേ ചേച്ചി, പ്ലക്ക്. എന്തായാലും ഞാൻ സക്സസ്ഫുൾ ആണ്. സക്സസ് അല്ല, സക്സസ്. അറിഞ്ഞില്ലേ? എന്താണ്? നമ്മുടെ അപ്പുറത്തെ വീട്ടില് റെമഡി ഉണ്ടല്ലോ, റെമഡിയുടെ മോളുണ്ടല്ലോ, ഒരു സുന്ദരിക്കോന്ന അവള് ട്യൂഷൻ മാഷിന്റെ ഒപ്പം ഓടിച്ചോളൂ. ഒരു കുടുംബം നശിച്ചപ്പോ അവൾക്ക് സന്തോഷം. അവളുടെ മോൾ ഒളിച്ചോടി പോയത് അവൾക്ക് അങ്ങനെ തന്നെയാണ്. അവിടെ എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയത്? ഞാൻ ആ പത്രക്കാരനോട് സംസാരിച്ചു. ആ പാലക്കാരോട് മൂന്നാർ പോയി നിന്നിട്ട് അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയത്? എന്റെ ഫോട്ടോ നെറ്റിൽ വരെ വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കിയത്. ഞാൻ കണ്ടില്ല. നീ മിണ്ടായില്ല, ചേട്ടൻ കണ്ടല്ല. ചേട്ടന് മൊബൈൽ ബ്ലൂടൂത്ത് ഇല്ലാന്ന്. അതൊക്കെ ഫോട്ടോ അത് നീ ഇവിടെ ഒന്ന് പറയാനുള്ള കാരണം എന്താ? അല്ല, നമുക്കുണ്ടല്ലോ ഒരു മോള്. എങ്ങനെ? അല്ല, നിങ്ങൾക്കുണ്ടല്ലോ ഒരു മോള്. അതിന് അത് സൂക്ഷിക്കണമെന്ന് പറയാൻ. എടാ, എന്റെ മോളെ സൂക്ഷിക്കാൻ എനിക്ക് ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. കേട്ടാ അവൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ആ ഇന്നിപ്പോ അതും പിടിച്ച് കയറി നിൽക്കുന്ന വേറെ ഒന്നും കിട്ടിയില്ലോ. നമ്മുടെ മോൾക്ക് ഇവിടെ ട്യൂഷൻ ഉണ്ടോ? ഈശ്വര, നമ്മുടെ മോൾക്ക് ട്യൂഷൻ ഉണ്ടോന്നോ? നമ്മുടെ മോൾ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ? 9th സെക്കൻഡ് ഇയറാണ് പഠിക്കണേ. 2 വിഷയത്തിൽ പോക്കാണെന്നുണ്ടോ? ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താണ് കയറി പോകുന്നുണ്ട്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ട്യൂഷൻ കൊടുക്കണ്ടോ? ആരാടി അവളുടെ ട്യൂഷൻ മാഷ്? രാജേഷ് മാഷ്. രാജേഷ് മാഷ്. തേൻ അമ്മയുടെ വായിന്ന് മോളുടെ ട്യൂഷൻ മാഷ്. ഏത് സമയത്താണ് അവൻ ട്യൂഷൻ എടുക്കണം? ഐ മീൻ വിച്ച് ടൈം ഓഫ് ഇന്ത്യ? രാജേഷ് മാഷ് സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലൊന്ന് കുളിച്ച് റെസ്റ്റ് ചെയ്ത് ഏകദേശം 8 മണിക്കും. 8 മണി, ദാറ്റ് മീൻസ് 8 PM. അപ്പനടിക്കണ ബ്രാൻഡിയുടെ പേരും മോളുടെ ട്യൂഷൻ ടൈമും കറക്റ്റ് സാധനം 8 PM. ഈ സമയം മാഡം എന്തെടുക്കായിരിക്കും? എന്റെ മാഷ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുറത്ത് TV കണ്ടുകൊണ്ടിരിക്കും. TV കണ്ടുകൊണ്ടിരിക്കുക. പ്രായപൂർത്തിയായ ഒരു മോൾക്ക് പ്രായപൂർത്തിയായ ഒരുത്തൻ രാത്രി 8 മണിക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അമ്മ TV കാണുന്നു. വേറെ വഴിയില്ല നാട്ടുകാരും അച്ഛനെന്തെങ്കിലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇറങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 2. വാതിലടച്ചിട്ടാണോ തുറന്ന് കളയുന്നുണ്ടോ? റോക്കമോൺ ഔട്ട് ഓഫ് ഇന്ത്യ. വാതിലടച്ചിട്ടാണല്ലേ. ഇന്നലെ ഏത് വിഷയമാണ് അവനോട് പഠിപ്പിക്കുന്നത്? ബയോളജി. ഈ സമയം മാഡം പോയ സീരിയല് കാണാണോ? ഭർത്താവിനെ ഇടിക്കാൻ വേണ്ടി പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ചുമ്മാ കയറി ഇടിച്ചാൽ ഇതൊരു സ്നേഹമുള്ളതായി കർത്തവ്യത്തിലേക്ക് ഇറങ്ങാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നലെ ഏത് ലെസനാണ് പഠിപ്പിച്ചത്? വിച്ച് ലെസൺ ഓഫ് ഇന്ത്യ? മുതലോ ദൈവമേന്റെ മുകളിൽ പരാഗണം. ഈ കുഴപ്പമില്ല, പരാഗണം പോരാഞ്ഞിട്ട് പരപരാഗണം. ഈ സമയം മാഡം വാതിലടച്ചിട്ട് ഒരുത്തൻ രാത്രി 8 മണിക്ക് പരാഗണവും പരപരാഗണവും പഠിക്കുമ്പോ അമ്മ TV നിന്നെ അതെന്തടി? പ്രായപൂർത്തിയായ ചെറുപ്പക്കാരൻ ട്യൂഷൻ എടുക്കുമ്പോ അതീവസുന്ദരിയായി എന്നെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഇവിടെ ആയിരിക്കും. ഞാൻ ഏതെങ്കിലും കൂട്ടുകാരോടെ കള്ളുപിടിച്ചിരിപ്പുണ്ടോ? കള്ളുപിടിച്ചിരിപ്പുണ്ടോ? വേറെ വൃത്തിയില്ല നാട്ടിൽ. ആർക്കും കിട്ടാത്ത ഈ കൈയടിക്കണ പുള്ളി എത്രണ്ണം മേടിച്ചോണ്ടെന്ന് എണ്ണം. ഇതിലേ ഭാര്യയുടെ തല്ലുള്ളാത്തവർക്ക് മാത്രം ചിരിച്ചാൽ ഒരു കാര്യം ചെയ്യുന്നു, മനസ്സിലായില്ലേ? വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നിൽക്കരുത്. നിങ്ങൾ ഇവിടെ വരാതെ ഞാൻ അങ്ങോട്ട് വന്നോ? ഞാൻ അങ്ങോട്ട് വരാണ്ടി അവളുടെ തല്ല് തീർന്നിട്ടില്ല.